നമസ്കാരം. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന മിസൈൽ ആക്രമണങ്ങൾ അത് കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറമായിട്ട് ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ പരോക്ഷ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇറാൻ്റെ മിസൈലുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ കൃത്യതയോടുകൂടി ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പതിക്കുന്നത് അത് ഇപ്പോൾ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും ഒരുപോലെ തന്നെ അമ്പരപ്പിക്കുകയാണ്. ഇറാൻ്റെ പക്കൽ ഇത്രയും കൃത്യതയുള്ള ലക്ഷ്യഭേദന ശേഷി എവിടെ നിന്ന് വന്നുവെന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണങ്ങൾ അതിപ്പോൾ ചെന്നെത്തുന്നത് റഷ്യയുടെയും ചൈനയുടെയും നിശബ്ദമായിട്ടുള്ള പിന്തുണയിലേക്കാണ്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടന്നുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് പതിക്കുന്നത് അത് തീർച്ചയായിട്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധപ്പുരകളും സൈനിക കേന്ദ്രങ്ങളുമൊക്കെ തന്നെ തകർക്കാൻ ഇറാന് സാധിച്ചത് ചൈനയുടെ ആധുനിക നാവിഗേഷൻ സംവിധാനമായിട്ടുള്ള ബെയ്ഡോ ഉപയോഗിച്ചതാണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ GPS സംവിധാനത്തിന് സമാന്തരമായി ചൈന വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഇറാൻ്റെ മിസൈലുകൾക്ക് കൃത്യമായിട്ടുള്ള പാതയൊരുക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും എത്രയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചാലും ചൈനീസ് നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ അവയെല്ലാം അതിജീവിക്കാനായിട്ട് ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് യുദ്ധരംഗത്ത് അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേധാവിത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത്. സാങ്കേതികമായി തങ്ങൾ സുരക്ഷിതരാണെന്ന ഇസ്രായേലിൻ്റെ വിശ്വാസമാണ് ഇവിടെ ഇതോടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. റഷ്യയുടെ ഉപഗ്രഹ ചിത്രങ്ങളും ഇൻ്റലിജൻസ് വിവരങ്ങളുമൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഇറാൻ നൽകിയ അത്യാധുനിക ഡ്രോണുകൾക്കുള്ള പ്രത്യുപകാരമായിട്ടാണ് റഷ്യ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ വഴി കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ആ വിവരങ്ങൾ തത്സമയം ഇറാന് കൈമാറുകയും ചെയ്യുന്നു. ഇത് ശത്രുവിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആക്രമണം ആസൂത്രണം ചെയ്യാനായിട്ട് ഇറാനെ സഹായിക്കുന്നു. സൈനികപരമായിട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു സൈനിക ചേരിയുടെ ഉദയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇറാൻ്റെ പ്രതിരോധവും ആക്രമണവും കൂടുതൽ മാരകമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനമായിരുന്ന USS എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ് എന്നീ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ പെൻറ്റഗണിനെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ സർവാധിപത്യം പുലർത്തിയിരുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് ഇറാൻ ധൈര്യം കാണിക്കുന്നത് അവരുടെ പിന്നിലുള്ള റഷ്യൻ ചൈനീസ് കരുത്താണ് വ്യക്തമാക്കുന്നത്. കേവലം ഡ്രോണുകളും അതോടൊപ്പം തന്നെ സാധാരണ മിസൈലുകളും മാത്രമായിരുന്ന ഇറാൻ്റെ ആയുധശേഖരം അതിപ്പോൾ അത്യാധുനിക ആൻറ്റിഷിപ്പ് മിസൈലുകളിലേക്കും ഹൈപ്പർസോണിക് സംവിധാനങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. കടൽ മാർഗമുള്ള അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് തടയിടാൻ ഇറാന് സാധിക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ ശക്തി കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം പോലെ ഇറാനെ നേരിടാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ പാളിയിരിക്കുകയാണ്. ഇറാൻ ഒരു സാധാരണ രാജ്യമല്ലെന്നും അവർക്ക് പിന്നിൽ ലോകത്തിലെ 2 വമ്പൻ ശക്തികളുണ്ടെന്നും അമേരിക്ക ഇപ്പോൾ തിരിച്ചറിയുന്നു. 90% ആയുധശേഷിയും തകർത്തുവെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇറാൻ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 6 മാസം വരെ തുടർച്ചയായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആയുധശേഖരം തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിന്നിൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്ന ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉറച്ച പിന്തുണയുണ്ട്. ഇത് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അതുമാത്രമല്ല, ദീർഘകാലത്തേക്ക് ഇതിനെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് ചൈനയ്ക്ക് ഇറാനുമായുള്ള ബന്ധം വളരെ നിർണായകമാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായതോടുകൂടി ചൈന പൂർണ്ണമായിട്ടും റഷ്യയും ഇറാനെയുമാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഇറാൻ്റെ തകർച്ച ചൈനയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ചൈന രാഷ്ട്രീയമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇറാനെ കൈവിടാതെ സംരക്ഷിക്കുന്നത്. എണ്ണ വിനിമയത്തിന് ഡോളറിന് പകരം ചൈനീസ് കറൻസിയായിട്ടുള്ള യുവാൻ ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കൻ ഡോളറിൻ്റെ ആഗോള മേധാവിത്വത്തെ തന്നെ ഇവിടെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ ഉത്തര കൊറിയയുടെ നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യം ഇറാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റം അത് അനുവദിക്കില്ലെന്നാണ് കിം ജോങ് ഉന്നിൻ്റെ നിലപാട്. ഇറാൻ്റെ പക്കലേക്ക് ഉത്തര കൊറിയയിൽ നിന്ന് ആണവായുധ സാങ്കേതിക വിദ്യയോ ആയുധങ്ങളോ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻ ഉപദേഷ്ടാവിൻ്റെ പ്രസ്താവന അതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് പശ്ചിമേഷ്യയെ ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുമോ എന്ന ഭീതിയും ജനിപ്പിക്കുന്നുണ്ട്. റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ചേരുന്ന ഈ പുതിയ സഖ്യം
പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ പ്രതിസന്ധിയിൽ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായിട്ട് ചൈന ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളുടെ സഹായം തേടുന്നത് വലിയ വിരോധാഭാസമായാണ് കാണുന്നത്. ചൈനയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും മേൽ ടാരിഫ് വർദ്ധിപ്പിക്കുമെന്ന് വീരവാദം മുഴക്കിയിരുന്ന ട്രംപ് ഇപ്പോൾ അതേ ചൈനയുടെ അതേ സഹായത്തിനായിട്ട് അവർക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമാണ്. ചൈന ഇറാനെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് ട്രംപിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള കരുത്ത് എന്ന പ്രതിച്ഛായയ്ക്ക് ഇതോടെ ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക സഹായം ആവശ്യപ്പെട്ടെങ്കിലും പലരും അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമാണ്. ഈ യുദ്ധം അത് കൂടുതൽ വ്യാപിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്കയുടെ സാഹസങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നുമാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിലപാട്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്കും അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. സഖ്യകക്ഷികളുടെ ഈ പിന്മാറ്റം അത് അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ ഒറ്റപ്പെടുത്തുകയാണ്. ഒറ്റയ്ക്ക് ഒരു യുദ്ധം നയിക്കാനുള്ള ശേഷി അമേരിക്കയ്ക്ക് നിലവിലുണ്ടോ എന്ന ചോദ്യം ഇതോടെ ഇപ്പോൾ സജീവമായിട്ട് ഉയരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തിരോധാനം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ പേരിൽ പുറത്തു വരുന്ന വീഡിയോകൾ പോലും അത് AI ഉപയോഗിച്ച് കൃത്രിമമായിട്ട് നിർമ്മിച്ചവയാണെന്ന വാദങ്ങളും ശക്തമാണ്. ഡീപ്പ് ഫേക്ക് വീഡിയോസ് ആണെന്ന് പറയുന്നു. വീഡിയോകളിൽ നെതന്യാഹുവിൻ്റെ ശാരീരികമായിട്ടുള്ള ചില മാറ്റങ്ങളും കൈവിരലുകളിലെ വ്യത്യാസങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പത്രസമ്മേളനങ്ങളിലോ തത്സമയ ചാനൽ ചർച്ചകളിലോ വരാതെ പ്രീ റെക്കോർഡഡ് വീഡിയോകൾ മാത്രം പുറത്തുവിടുന്നത് ഈ സംശയങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ട്രംപുമായി നടത്തേണ്ടിയിരുന്ന കൂടിക്കാഴ്ചകൾ പോലും നടക്കാത്തത് ഇസ്രായേലിലെ ഭരണരംഗത്തെ അനിശ്ചിതത്വത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം അത് ആഗോള വിപണിയെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കാരണം ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇന്ത്യയിലടക്കം പെട്രോൾ ഡീസൽ വില അതിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കുകയാണ്. എണ്ണ കമ്പനികൾ പമ്പുകൾക്ക് നൽകിയിരുന്ന ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ പോലും ഇപ്പോൾ നിർത്തലാക്കിയത് അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന വലിയ വിലക്കയറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. പാചകവാതകത്തിൻ്റെ ക്ഷാമവും വ്യവസായ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ചെങ്കടൽ മേഖലയിൽ ഹൂത്തികൾ കൂടി ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയതോടെ ആഗോള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ തന്നെ വിലക്കയറ്റത്തിലേക്ക് പോലും ലോകത്തെ നയിക്കുമെന്ന് ഉറപ്പാണ്. ഇറാൻ്റെ കരുത്തുറ്റ പ്രതിരോധവും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ സഹായവും പശ്ചിമേഷ്യയിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമോ എന്നതിലേക്ക് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാമെന്നും അവരെ സൈനികമായി തകർക്കാമെന്നുമുള്ള അമേരിക്കൻ മോഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടപ്പിലാക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇറാൻ കൂടുതൽ ഷാർപ്പായി തന്നെ ഇപ്പോൾ അവരുടെ ആക്രമണങ്ങൾ തുടരുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ അമേരിക്കയും ഇസ്രയേലും പതറുകയാണ്. ഈ യുദ്ധം അത് കേവലം ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ളതല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റി എഴുതാനുള്ള ഒരു പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ അത് ലോകത്തെ ഇപ്പോൾ ഏറെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്.